വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഇച്ച അവന്റെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവൾ ഒന്ന് വിരുമ്പി. ശേഷം അവന്റെ മുഖം മൊത്തം ചുംബിച്ചു. കണ്ണിലും മൂക്കിലും ചുണ്ടിലും നെറ്റിയിലും കവിളിലുമെല്ലാം അവൾ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു. മതിയാവാതെ വീണ്ടും വീണ്ടും ചുംബിച്ചു കൊണ്ടിരുന്നു. രുദ്രൻ അപ്പോഴും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ അവനോട് ചേർത്തിരുത്തി. ഇച്ച അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ വീണ്ടും വിളിച്ചു. കൈകൊണ്ട് അവന്റെ മുഖം മൊത്തം തലോടി. എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് മതിയാകുന്നില്ല. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. രുദ്രൻ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുവാണ്. ഇച്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവളുടെ ഇച്ഛാവളിയിലൂടെ തന്നെ അവനക്ക് മനസ്സിലായി. അവൾ അങ്ങനെ അവൻ്റെ അരയിൽ വെച്ചുകൂടെ തന്നെ അവനൊന്ന് തിരിഞ്ഞു നോക്കി ലൈറ്റിട്ട് ഈശോന്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങാൻ നോക്കി. രുദ്രൻ ഒന്നുകൂടെ അവൾ അവനോട് ചേർത്ത് നിർത്തി. ഇച്ച എന്തേ? അവന്റെ മധുരമാർന്ന ശബ്ദം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ആ ഹൃദയതാളം, ആ ചൂട് എല്ലാം അവൾ അവൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് ആസ്വദിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടും കടന്ന് അവനെ നെഞ്ചിൽ പതിഞ്ഞു. ഇച്ച അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ ഒന്നുകൂടെ വിളിച്ചു. രുദ്രന്റെ ചുണ്ടുകൾ വിടർന്നു. എന്താടാ എൻ്റെ പെണ്ണിന് ഇതൊരു വിശ്വാസമായില്ലേ? സത്യമാണ്, നിന്റെ അച്ഛൻ നിന്റെ ഒപ്പം തന്നെ ദേ നിന്നോട് ചേർന്നുണ്ട്. അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന കണ്ണീരിലേക്കും നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. ഈശോ ഒന്ന് ചിരിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും അവനെ നെഞ്ചിലേക്ക് മുഖമുയർത്തി വെച്ചുകൊണ്ട് നിന്നു. കുറെ നേരം അവർ പരസ്പരം അങ്ങനെ തന്നെ നിന്നു. യേശു പതിയെ അവന്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തേ? അവളുടെ കവളിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ യേശു ഒന്നും മിണ്ടിയില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവൻ ആർദ്രമായി ചോദിക്കുമ്പോൾ ഈശോവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കാൻ തോന്നുക, കണ്ടോണ്ടിരിക്കാൻ തോന്നുക. ഈശോവന്റെ കവളിൽ കൈവച്ച് അവന്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് പറയുമ്പോൾ രുദ്രൻ അവൾ അവന്റെ കയ്യിൽ കോരിയെടുത്തു. രുദ്രൻ ബെഡിലിരുന്ന് അവൾ അവനെ മടിയിലേക്ക് ഇരുത്തി. അവളുടെ രണ്ട് കാലും അവന് രണ്ട് വശത്തേക്കായി വെച്ച് അവൾ അവനക്ക് അഭിമുഖമായി ഇരുത്തി. നോക്കിക്കോ, മതിയാവോളം നോക്കിക്കോ. നോക്കിക്കഴിഞ്ഞാൽ പറയണം, ഈച്ചയ്ക്ക് നേരെ ഒന്ന് നോക്കാനാ. അവന്റെ ആ വാക്കുകളിൽ അവളുടെ മുഖത്തേക്ക് അവന് വിശ്വാസം തട്ടി. യേശുവിന്റെ കണ്ണുകൾ പിടിച്ചില്ല, ശരീരം പിറച്ചില്ല. അവന്റെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് അവൾ ഇറങ്ങി ചെല്ലുവായിരുന്നു. യേശുവിന്റെ ആ നോട്ടം രുദ്രന് പുതിയതായിരുന്നു. കണ്ണിമ പറ്റാതെയുള്ള അവളുടെ നോട്ടം, അവനെ കൊല്ലുന്ന നോട്ടം. യേശു രണ്ട് കൈകളും അവന്റെ കവളിൽ വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ഇടത്തേക്ക് അവളിൽ വെച്ച അവന്റെ വലത്തെ കൈയിലെ തള്ളവിരൽ കൊണ്ട് അവന്റെ ചുണ്ടുകളിൽ അവളൊന്ന് തലോടി. പോകുമുണ്ടായെന്ന മുറിവൊന്നും ആ ചുണ്ടിലില്ല. അവളുടെ തലോടിലറിഞ്ഞ രുദ്രന്റെ ചുണ്ടിൽ വശമായൊരു ചിരി വിടുന്നു. നിന്റെ നോക്കൽ കഴിഞ്ഞാൽ പറയണം കേട്ടോ, എനിക്ക് നോക്കാനാ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ യേശു ഒന്ന് ചിരിച്ചു. എൻ്റെ നോക്കിൽ കഴിയില്ല ചാ, പുലരുവോളം കഴിയില്ല. ഈ ദിവസം വരെ എൻ്റെ കണ്ണിൽ കാണാത്ത ഈ മുഖവും ചൂടും വിശ്വാസമൊക്കെ എനിക്ക് കുറേ അറിയണം. രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞു നിർത്തിയത്. രുദ്രൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് അവൾ അമർത്തി. അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലമർന്നു. എന്താണ് ഈശ്വര രുദ്രനാഥ്, ആകെ മൊത്തൊരു മാറ്റം, പുതിയ പുതിയ ഭാവങ്ങളാണല്ലോ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് രുദ്രൻ അത് ചോദിച്ചത്. വന്നപ്പോൾ മുതൽ അവളിൽ കാണാത്ത അറിയാത്ത ഭാവങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളാണ് മിസ്റ്റർ രുദ്രനാഥ്. കണ്ണീന്ന് മായുമ്പോഴാണ് ആ ഭാവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. എനിക്കെൻ്റെ ഇച്ഛയില്ലാതെ പറ്റില്ല. ഇതിനെ ഒറ്റക്കാക്കിയിട്ട് പോകില്ല. എനിക്ക് സഹിക്കില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞു തീരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രുദ്രന്റെ മനസ്സ് നിറഞ്ഞു. മുഖത്ത് നോക്കാൻ പോലും ഭയന്നിരുന്നപ്പോഴാണ് ഇന്ന് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി യാതൊരു പേടിയോ പരിഭ്രമോ ഇല്ലാതെ സംസാരിക്കുന്നത്. രുദ്രൻ നിറഞ്ഞ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവന്റെ ചുണ്ടുകൾ കുറേ നിമിഷത്തിന് ശേഷമാണ് അവിടുന്ന് മാറ്റിയത്. ഈശോന്റെ ശരീരത്തെ ഇറുകെ പുണർന്നു. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണും ചുണ്ടും മൂക്കും കവളൊക്കെ ചുവന്നിട്ടുണ്ട്. ചുണ്ടിൽ അവൻക്കായി ഒരു ചിരിയുണ്ട്. രുദ്രൻ അവളുടെ കവളിൽ തലോടി. അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ ചുംബിച്ചു. അവളുടെ കണ്ണിലെ നനവ് അവന്റെ ചുണ്ടിലായി. അവൻ അവളിൽ നിന്ന് മുഖം ഉയർത്തിയതും ഈശോവന്റെ ചുണ്ടിൽ ആ നനവിനെ തുടച്ചു മാറ്റി. ഈശ അവന്റെ ആ വിളി കേട്ടതും അവളുടെ മുഖം അവനെ നെഞ്ചിലേക്ക് ചാരി വെച്ചവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയൊരു വിളി ഈ ചുണ്ടിൽ നിന്നും കേൾക്കാൻ ഒരു ദിവസത്തിൽ എത്ര തവണ കൊതിച്ചിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ കാണൽ സ്നേഹിക്കലൊക്കെ കഴിഞ്ഞോ? അവളുടെ ചെവിക്കടുത്തേക്ക് അവന്റെ ചുണ്ടുകൾ നീക്കിക്കൊണ്ടാണ് അവനെ ചോദിച്ചത്. യേശു മുഖമുയർത്തി അവനെ നോക്കി. രുദ്രൻ ഒന്ന് ചിരിച്ചു. എനിക്ക് സ്നേഹിക്കാനാ എത്ര ദിവസത്തെ കടണെന്നറിയോ? ഇവിടുന്ന് പോയ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല. ഈ ചൂടില്ലാതെ പറ്റേണ്ടേ? അവളുടെ ചുണ്ടിൽ തടകിക്കൊണ്ട് വശമായി പറഞ്ഞു നിർത്തുമ്പോൾ യേശുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു.
അവൻ്റെ പരിസ്ഥിതിയാണ് അവൾക്ക് താങ്ങാൻ കഴിയാത്തത്. അതിലാണ് അവൾ തളർന്നത്. ഈശു പിടഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നിറങ്ങി. രുദ്രൻ പിടിച്ചിട്ടും അവൾ നിന്നില്ല. അവൻ്റെ മടിയിൽ നിന്നിറങ്ങിയപ്പോഴാണ് രുദ്രൻ യേശുവിനെ മൊത്തമായി നോക്കിയത്. രുദ്രൻ്റെ ഒരു വെള്ള ഷർട്ടാണ് അവളുടെ വേഷം. ഇട്ടിരിക്കുന്ന ഷോർട്സ് ആ ഷർട്ടിൻ്റെ ഉള്ളിലാണ്. ചെറിയ ഭാഗമാണ് പുറത്തേക്ക് കാണുന്നത്. ഷർട്ട് അവളുടെ തുടവരെ മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരഴകായിരുന്നു അവൾ അതിൽ കാണാൻ. രുദ്രന്റെ അടിമുടിയുള്ള നോട്ടം കണ്ടപ്പോഴാണ് അവൾക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ബോധം വന്നത്. പിന്നെ ഒന്നും നോക്കാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. ഡോറിന്റെ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ രുദ്രന്റെ കൈകൾ അവളെ പൊക്കിയെടുത്തിരുന്നു. ബെഡിലേക്ക് അവളെ എടുത്തെറിഞ്ഞ ശേഷം അവളുടെ മുകളിലേക്ക് രുദ്രൻ അമർന്നു. എന്താണ്, പുതിയ ലുക്കിലാണല്ലോ. യേശുവിന്റെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ പല ഭാഗത്തേക്കും ചലിപ്പിച്ചു. ഇനി എന്നും ഇങ്ങനെ മതി, ഇതാവുമ്പോ ദാ ഇതുപോലെ വലിച്ചാൽ മതി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷർട്ട് വലിച്ച് പൊട്ടിച്ച് നിലത്തേക്ക് വീണിരുന്നു. കണ്ണും പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു. ഇന്നർ ഷോർട്സും മാത്രം ഇട്ട് കിടക്കുന്നവളുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അവളത് കേട്ട പോലെ കണ്ണുകൾ പിടിച്ചു. ഇച്ചാ. അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ പതിയെ ഒന്ന് വിളിച്ചു. രുദ്രനത് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ മുഖം അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് ആഴ്ന്നു വന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്താലും എന്നെ തടയില്ല ഈശ. നിന്റെ ഇച്ഛ നിന്നെ അനുസരിച്ചെന്ന് വരില്ല, തടയോ? അവളുടെ ചുണ്ടിൽ മുട്ടിയില്ലെന്ന പോലെ നിന്നുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവൾ ഇല്ലെന്ന പോലെ തലയാട്ടി. അവനെ നോട്ടം കൊണ്ടുപോലും തടയാൻ അന്നേരം അവളും തയ്യാറായിരുന്നില്ല. അവൻ പറഞ്ഞ പോലെ അവനെ സ്നേഹിക്കാൻ അവളുടെ മനസ്സും അവൾ പാകപ്പെടുത്തുമായിരുന്നു. അവളുടെ മറുപടിയിൽ രുദ്രന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി മുത്തി. പിന്നെയും മുത്തി. ചുണ്ടിൽ നിന്നും അവളുടെ കവളിലേക്കും നെറ്റിയിലേക്കും അവളുടെ മുഖത്തെല്ലാം അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. മതിയാവുന്നില്ല. അവൻ്റെ ചുണ്ടുകൾക്ക് അവളെ ചുംബിച്ച് മതിയാവുന്നില്ല. രുദ്രൻ അവളിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. അവനെ തന്നെ നോക്കി കിടക്കുവാണ്. രുദ്രൻ വീണ്ടും അവളുടെ മുഖത്ത് ചുംബിച്ചു. എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖത്ത് നിന്നും അവൻ്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് അമർത്തി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ കിടന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ വെള്ളം അവളുടെ ശരീരത്തിൽ ചെന്ന് പതിഞ്ഞു. അതറിഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും രുദ്രൻ അവളിൽ നിന്നും അടന്നു മാറി മലന്ന് കിടന്നവളെ അവനെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി വരിഞ്ഞു മുറുക്കി. യേശുവിന്റെ കൈകളും അവനെ പൊതിഞ്ഞു. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇത്ര ദിവസം എങ്ങനെ തള്ളി നീക്കുന്ന പോലും അറിയില്ല ഈശ. മിസ് യു. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ അമർത്തി ചുംബിച്ചു അവൻ. ഈശോവിനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവനെ തുറന്നിട്ട ബട്ടൺസിൻ്റെ ഇടയിലൂടെ കാണുന്ന അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചുംബിച്ചു. രുദ്രന്റെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. അവളുടെ ചുണ്ടുകളുടെ തണുപ്പ് അതവനിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം വരുത്തി. ഈശ, ഞാൻ വേഗം വന്നത് എന്തിനാണെന്നറിയോ? അവൻ്റെ ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. അവൾക്ക് അവൻ ചോദിച്ചതിനുള്ള ഉത്തരം അറിയാവുന്നത് കൊണ്ടായിരുന്നു അവൾ മൗനം പാലിച്ചത്. എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞുകൊണ്ടാ എല്ലാം വേഗത്തിൽ തീർത്ത് എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത മാസം മാറ്റിവെച്ച ഷൂട്ട് നോക്കി നാളെ തന്നെ പോകും. അവൻ്റെ മുഖത്ത് കുസൃതിയായിരുന്നു. പക്ഷെ വാക്കുകളിൽ ഗൗരവം. ഈശോവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. സത്യം. അവളുടെ നോട്ടം കണ്ടതും രുദ്രൻ പതിയെ പറഞ്ഞു. അവൻ്റെ നോട്ടം അവൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന അവളുടെ മാറിലായിരുന്നു. ഈശോ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹിക്കില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് തന്നെ അടുത്തത് പോകുന്ന കാര്യം വരെ എത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രുദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവളുടെ മാറിലേക്ക് മുഖമൂർത്തി കിടന്നു. ഈശോ ശക്തിയിൽ അവനെ തള്ളിമാരി തിരിഞ്ഞു കിടന്നു. പുതപ്പ് കൊണ്ട് അവളുടെ ശരീരം മറച്ചു. അതെന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രുദ്രൻ ഒരു ചിരിയോടെ പിന്നിലൂടെ അവളെ പുണർന്നു. അവൻ്റെ മുഖം അവളുടെ ചെവിക്കും കഴുത്തിലും ഇടയിലായി വെച്ചു. എൻ്റെ ഈശയ്ക്ക് അവളുടെ ഇച്ചയോട് മിണ്ടാതിരിക്കാനൊക്കെ അറിയുമോ? രുദ്രൻ അവളുടെ കഴുത്തിരക്കിൽ അവൻ്റെ മുഖമിട്ട് ഒരിച്ചുകൊണ്ട് പറയുമ്പോൾ അവളൊന്നും പുളഞ്ഞുകൊണ്ട് മാറിക്കിടന്നു. രുദ്രന്റെ കൈകൾ അവളുടെ മേൽ കിടക്കുന്ന പുതപ്പിന്റെ അകത്തേക്ക് കയറി. യേശുവിന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതോടൊപ്പം ഒരു ശബ്ദവും അവളിൽ നിന്ന് ഉയർന്നു. ഞാൻ നിന്നെ സ്നേഹിച്ച് കാണിച്ചു തരാം. അതുപോലെ എന്നെ തിരിച്ച് സ്നേഹിച്ച പിന്നെ ഒരിക്കലും നിന്റെ മാലാഖയെ വിട്ട് നിന്റെ ഇച്ഛ എങ്ങോട്ടും പോകില്ല. സമ്മതാണോ? പക്ഷേ എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റണം. സമ്മതാണെങ്കിൽ ഇപ്പൊ പറയണം. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ രുദ്രൻ പറഞ്ഞു. യേശു കുറച്ചു നേരം മിണ്ടാതെ കിടന്ന ശേഷം തിരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു. രുദ്രൻ നേരെ തിരിഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി. രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുകളിൽ കിടന്ന പുതപ്പ് മാറ്റി അവന്റെ ഷർട്ട് ഊരി മാറ്റി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. രുദ്രന്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയിൽ വെച്ചു. അവിടെ നിന്ന് ആ വിരൽ മൂക്കിലൂടെ അവളുടെ ചുണ്ടിൽ വന്നു നിന്നു. തള്ളവിരലും കൂട്ടിപ്പിടിച്ച് അവളുടെ കീഴ്ചുണ്ടിലും ഞെരടി. അവ ചുവന്നു തൊടുത്തു. ഈശോ ഒരു ചിരിയോടെ അവളുടെ ചുണ്ടിലിരിക്കുന്ന അവന്റെ കൈവിരലുകളിൽ മുത്തി.
രുദ്രൻ ചിരിയോടെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് വിരലും മാറ്റി അവൾ അവൻ്റെ ചുണ്ടുകൾ വെച്ചു. പിന്നെ അവൻ്റെ ചുണ്ടിൻ്റെ ആധിപത്യമായിരുന്നു. ഈശു അവനിൽ നിന്നും ഇന്നുവരെ അറിയാത്ത ചുംബനം. തിരികെ അവൻ്റെ ചുണ്ടിൽ അവൾക്കൊന്ന് തൊടാൻ പോലും പറ്റാതെ അവളുടെ ചുണ്ടുകളെ മൊത്തമായി പുണരുന്ന ചുംബനം. ആ ചുംബന തീവ്രതയിൽ തന്നെ രുദ്രൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി. അവൻ്റെ ചുണ്ടുകൾ അവളെ ചുണ്ടിനെ കടന്ന് നാവിലേക്കെത്തി. അവളുടെ നാവിനെ കെട്ടിപ്പിടന്നു. പരസ്പരം രണ്ടുപേരും ശക്തിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ബെഡിൽ കിടന്നു. അതിനിടയിൽ വസ്ത്രങ്ങൾ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നും അകന്ന് നിലത്തേക്ക് വീണിരുന്നു. അതൊന്നും പരസ്പരം രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ഇതുവരെ അറിയാത്ത, ഇതുവരെ അനുഭവിക്കാത്ത വേറിട്ട അനുഭവത്തിലായിരുന്നു രണ്ടുപേരും. വാക്കുകൾ കൊണ്ട് തൻ്റേതാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് ഇന്ന് ശരീരം കൊണ്ടും തൻ്റെയാണെന്ന് രണ്ടുപേരും പരസ്പരം തെളിയിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗവും രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവളുടെ ശരീരം അവൻ്റെയാണെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അവളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. ഒരു ചെറിയ നോവോടെ രുദ്രൻ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. വേദനിച്ചോ? രുദ്രൻ യേശുവിനെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാതെ അവൾ അവനെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് ആ കിടത്തം അങ്ങനെ കിടന്നു. ഒന്നും മിണ്ടാൻ കഴിയാത്ത വിധം അവൾ തളർന്നുവെന്ന് പറയുന്നതാവും ശരി. ഇഷ, ഉറങ്ങിക്കോ. രുദ്രൻ പറയുമ്പോൾ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറന്ന് യേശു അവനെ നോക്കി. ശേഷം കണ്ണുകൾ അടച്ച് കിടന്നു. പിന്നെ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. യേശു പറഞ്ഞതും രുദ്രൻ അവളെ പതിയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി. യേശു ഒന്ന് ഫ്രഷ് ആയതും രുദ്രൻ അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. ശരീരത്തിൽ വെള്ളം തട്ടിയത് കൊണ്ട് യേശുവിൻ്റെ ഉറക്കം അവളെ വിട്ടുപോയിരുന്നു. അതുകൊണ്ട് കണ്ണുകൾ തുറന്ന് രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന് അവൾ കിടന്നു.